ഏരിയ സെക്രട്ടറിമാരെ തന്നെ കളത്തിലിറക്കി അങ്ങനെ ഒരു പോരാട്ടം. 3 പേരും കഴിഞ്ഞ 2015 കൗൺസിലർമാരായി. ഒരാൾ മേയറായിരുന്ന ആളാണ്, ഞാൻ ചെയർമാനായിരുന്ന ആളാണ്. മറ്റേയാൾ ശിവജി ഏറ്റവും നല്ല പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് നന്നായി തന്നെ പെർഫോം ചെയ്ത ആളാണ്. അങ്ങനെ 3 പേരെയും ഇപ്പോൾ മത്സരിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിലിപ്പം വേറെ ഒന്നും തോന്നിയിട്ടല്ല. ഏതായാലും ജയിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ 3 പേരും മാത്രമല്ല, പ്രമുഖരായിട്ടുള്ള മറ്റ് പലരും ഉണ്ട്. സുന്ദറുണ്ട്, അപ്പുറത്ത് ദീപക്കുണ്ട്, അങ്ങനെ വേറെ പലരും. ചിലർക്ക് പേരുകൾ കൊണ്ട് പ്രശസ്തരല്ലെങ്കിലും അവരെല്ലാം തന്നെ പ്രമുഖരായിട്ടുള്ള നമ്മളെ പാർട്ടിയുടെ പ്രവർത്തകരാണ്, നല്ല നേതാക്കന്മാരാണ്. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, പ്രത്യേകിച്ച് കോടതി. ഇനി ഇപ്പോൾ ഈ കൗൺസിലറായി ജയിച്ചു വരുമ്പോൾ ഇവിടെയുള്ള വഞ്ചൂർ നിവാസികൾക്ക് എന്ത് വികസനമാണ് മുന്നോട്ട് വയ്ക്കുന്നത്? പ്രദേശമെല്ലാം തന്നെ ഈ ഒരാൾ പൊക്കത്തിന് വെള്ളം പൊങ്ങുമായിരുന്നു. അതൊരു വലിയ പ്രശ്നമായിരുന്നു വലിയ മഴക്കാലത്ത്. അതെങ്ങനെയെങ്കിലും പരിഹരിക്കുക എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും പരിഹരിക്കുക എന്നുള്ളതല്ല, ശാസ്ത്രീയമായി പരിഹരിക്കുക. ചതുപ്പ് സ്ഥലങ്ങളെല്ലാം കെട്ടിടങ്ങൾ വന്നതോടുകൂടി തന്നെ വെള്ളക്കെട്ട് ഒരു വലിയ ഗുരുതരമായ പ്രശ്നമായി മാറി. ആ പ്രശ്നം ഏറ്റെടുത്തത് വൃത്തിയാക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കൃത്യമായി അത് നിർവഹിച്ച് ഇപ്പോൾ വെള്ളക്കെട്ടില്ല. പിന്നെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നഗരത്തിൽ 500 ടണ്ണ് ദിവസവും മാലിന്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നഗരമാണ് തിരുവനന്തപുരം നഗരം. അതിൽ 60% നമ്മളെ ജൈവ മാലിന്യമാണ്, അത് ഭക്ഷണാവശിഷ്ടങ്ങളാണ്. അപ്പോൾ ഭക്ഷണാവശിഷ്ടങ്ങൾ എവിടെയെങ്കിലും ഒരു കേന്ദ്രീകരിച്ച് സംസ്കരിക്കുന്ന ഒരു സംവിധാനമാണ് ചിലയിടത്തൊക്കെ ചെയ്യുന്നത്. അത് ശാസ്ത്രീയമല്ല. ശാസ്ത്രീയമായെന്ന് പറഞ്ഞാൽ മനുഷ്യന് എപ്പോഴും ഗുണകരമായതും പ്രകൃതി ആഗ്രഹിക്കുന്നതും ഉറവിട മാലിന്യ സംസ്കരണമാണ്. കിച്ചൺ ബിൻ വെച്ചുകൊണ്ട് സംസ്കരിക്കുകയും അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വളം ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുകയും ചെയ്യും. അപ്പോൾ മാലിന്യം അവർക്ക് തന്നെ വളമായി കിട്ടുകയും അതുകൊണ്ട് കൃഷി ചെയ്യുകയും ആ കൃഷിയിൽ കിട്ടുന്ന ഉൽപ്പന്നം അവർക്ക് പച്ചക്കറിയായി ഉപയോഗിക്കാനും കഴിയുന്ന തരത്തിലോട്ട് മാറ്റി. പക്ഷേ 100% അല്ല, ആ 100% എത്തിക്കുകയും നഗരത്തിലാകെ അങ്ങനൊരു സമ്പ്രദായം വന്നാലോ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഏരിയ സെക്രട്ടറിമാരെയൊക്കെ രംഗത്ത് ഇറങ്ങിയപ്പോൾ സ്വാഭാവികമായി എല്ലാവരും ചോദിക്കും, ഇവരിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കില്ലേ ഇനി അടുത്ത് ജയിക്കുക, LDF ഭരണം നിലനിർത്തുകയാണെങ്കിൽ മേയർ ആവുക. സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രബലരെയൊക്കെ ചുറ്റിപ്പറ്റിയായിരിക്കുമല്ലോ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറുക. മേയർ നമ്മളെ പാർട്ടിയിൽ അങ്ങനെ ഒരു മേയർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ആരെയും നിർത്തിയിട്ടില്ല, മുമ്പ് നിർത്തിയിട്ടില്ല, ഇപ്പോഴും അങ്ങനെയല്ല, അങ്ങനെ ആരുമല്ല. മേയർ എന്ന് പറയുന്നത് മേയർ ഒറ്റയ്ക്കുള്ള പ്രവർത്തനമല്ല, കൂട്ടായ പ്രവർത്തനമാണ്, ഒരു കൗൺസിലിൻ്റെ ആകെ പ്രവർത്തനമാണ്. നേരത്തെ പ്രതിപക്ഷമാണെന്ന് BJP പറഞ്ഞില്ല. പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇല്ല കോർപ്പറേഷനിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലോ ഇല്ല. പ്രതിപക്ഷം ഭരണപക്ഷം എന്നുള്ളതില്ല. എല്ലാവരും കൂടെ എല്ലാവരും ഒറ്റ തീരുമാനമാണ്. ചേട്ടൻ സ്ഥാനാർത്ഥിയായി വന്ന സമയത്ത് ചേട്ടൻ്റെ ഈ വഞ്ചൂർ ബാബു എന്ന് എല്ലാവർക്കും സുപരിചിതനായ വ്യക്തി, ആ പേരിപ്പോൾ ശങ്കരൻകുട്ടി നായർ എന്നൊക്കെ ആക്കിയതിന് അതിൽ വലിയ രീതിയിലുള്ളൊരു പരിഹാസവും ട്രോളൊക്കെ വരുന്നില്ല. എങ്ങനെയാണ് അതിനോടുള്ളൊരു പ്രതികരണം, അതിനെങ്ങനെയാണ് നേരിടുന്നത്? ഒന്ന് കാര്യം, ശങ്കരൻകുട്ടി നായരെന്ന് ഇപ്പോഴല്ല, കഴിഞ്ഞ പ്രാവശ്യം ശങ്കരൻകുട്ടി നായരെന്ന് പറഞ്ഞ് തന്നെയാണ് മത്സരിച്ചത്. പക്ഷേ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ശങ്കരൻകുട്ടി നായർ എന്നുള്ളത് എൻ്റെ അച്ഛൻ അമ്മയോ ഇട്ട പേരാണ്, ഇരിക്കട്ടെ. എൻ്റെ പാസ്പോർട്ടിൽ ശങ്കരൻകുട്ടി നായരാണ്, ആധാർ കാർഡിൽ ശങ്കരൻകുട്ടി നായരാണ്. സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അവർ യഥാർത്ഥ പേരെ അതിനകത്ത് വയ്ക്കാൻ പറ്റൂ. അപ്പോൾ എൻ്റെ യഥാർത്ഥ പേര് അതാണ്, അല്ലാതെ അതിന് വേറൊരു ഇതൊന്നുമില്ല. വഞ്ചൂർ ബാബു എന്നുള്ളത് എന്നെ അറിയപ്പെടുന്നതാണ്. പേരിങ്ങനെ വന്നപ്പോൾ കഴിഞ്ഞ 2015 താങ്കൾ മത്സരിച്ചപ്പോൾ ഈ പേരുണ്ടായിരുന്നു. പക്ഷേ അതൊരു ബ്രാക്കറ്റിലൊരു ചെറിയ രീതിയിലായിരുന്നു. വഞ്ചൂർ ബാബു എന്ന പേര് തന്നെയാണ് പ്രചാരണ നോട്ടീസിലൊക്കെ. പക്ഷേ ഇത്തവണ വന്നപ്പോൾ നേരെ തിരിച്ചു പോയി. ശങ്കരൻകുട്ടി നായർക്ക് വലിയ പ്രാമുഖ്യത്തോടുകൂടി ആ പേരും വഞ്ചൂർ ബാബു എന്ന സൈഡിൽ. അതാണ് എല്ലാവർക്കും ഒരു സംശയം. ഇത് പലരും അന്ന് ഞാൻ ഈ വഞ്ചൂർ ബാബു എന്നുള്ള പേര് തന്നെ വലുതായിട്ട് എഴുതി, അങ്ങനെ മാത്രമേ എഴുതിയുള്ളൂ. മറ്റതില്ലാതെയൊക്കെ പോകാമെന്ന് കരുതി ആദ്യമായിട്ട് മത്സരിക്കുകയല്ലേ. അപ്പോഴവിടെ നോമിനേഷൻ കൊടുക്കാൻ ചെന്നപ്പോഴാണ് അനുവദിക്കില്ല. അങ്ങനെ അവരോട് കേണപേക്ഷിച്ചിട്ടാണ് അവർ വഞ്ചൂർ ബാബു എന്നുള്ളത് മേളിൽ വയ്ക്കാൻ അനുവദിച്ചത്. അപ്പോൾ പിന്നെ വഞ്ചൂർ ബാബു ഒറ്റയടിക്ക് വഞ്ചൂർ ബാബു ശങ്കരൻകുട്ടി നായർ തിരിച്ചടിക്കാനായിട്ട് ആളുകൾ ഞെട്ടിപ്പോവും. അതുകൊണ്ട് ഒരു ചെറുതായിട്ട് ഈ ടെസ്റ്റ് ഡോസ് കൊടുക്കും പോലെ ചെറുതായിട്ട് കൊടുത്ത് ശങ്കരൻകുട്ടി നായർ എന്നുള്ളത്. ഇത്തവണ ഞെട്ടിയാലും കുഴപ്പമില്ല. ഇപ്പം ഞെട്ടൂലല്ലോ. ഇപ്പോൾ ആളെക്കെല്ലാം ശങ്കരൻകുട്ടി ഇവിടെ ആളെയൊക്കെ എല്ലാവർക്കും അറിയാം. ഈ ഡിവിഷനിൽ നായർ പ്രാതിനിധ്യം ഉള്ളതുകൊണ്ട്, പ്രാമുഖ്യം ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു വോട്ട് കിട്ടാനുള്ളൊരു തന്ത്രം. അതിൻ്റെ കണക്ക് പരിശോധിക്കുന്ന കണക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടെ? ഞാൻ ഈ കണക്കെല്ലാം അറിയാമെന്നുള്ള ആളാണ്. ഇവിടെ 40% നായർ കമ്മ്യൂണിറ്റി ഉള്ളൂ. മറ്റ് ഹിന്ദു വിഭാഗത്തിൽ ഏകദേശം 45% അടുപ്പിച്ച് മറ്റ് ഹിന്ദു വിഭാഗക്കാരുണ്ട്. ആ ഹിന്ദു വിഭാഗത്തിൽ എല്ലാ ജാതിയും ഉണ്ട്, ഈഴവയുണ്ട്, മറ്റ് ജാതിക്കാരുണ്ട്. അപ്പോൾ അവരെ വോട്ട് എനിക്ക് വേണ്ടേ? അവർ കൂടെ നായർ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ എതിരായി നിൽക്കുന്ന 2 പേരും നായർ കമ്മ്യൂണിറ്റിപ്പെട്ടവരാണ്. അപ്പോൾ നായരെ വോട്ട് 3 അങ്ങനെ കൊണ്ടുപോകില്ലേ? അവരും നായരാണല്ലോ. അപ്പോൾ ബാക്കിയുള്ള വോട്ട് ആർക്ക് കിട്ടും? അപ്പം വോട്ട് നമുക്ക് എല്ലാ ജനങ്ങളുടെയും വോട്ട് വേണ്ടേ? എല്ലാവരുടെ കാര്യങ്ങളും ചെയ്യാനല്ലേ. വോട്ടിന് അങ്ങനെ ഇല്ലല്ലോ. വോട്ട് വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ ഈ പേര് പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ
മറ്റു ഞാൻ നായരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവരെല്ലാം കൂടെ പോടാതെ ജോലിക്കുന്നല്ലേ പറയുള്ളൂ. അങ്ങനെ അല്ലല്ല, പേരിടാതിരിക്കാൻ ഒക്കില്ല. എന്തായാലും എല്ലാ ആശംസകളും. വീണ്ടും ഇവിടെ ഈ ഡിവിഷനിൽ തന്നെ കൗൺസിലറായി ജയിച്ചു വരാൻ കഴിയട്ടെ. എല്ലാ ആശംസകളും.